നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ തിരോധാനം നടന്ന് 10 മാസമായിട്ടും കേസിലെ പ്രതികളെയും സഹായികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി. കോഴിക്കോട് ബീച്ച് റോഡിൽ കാർ കത്തി അപകടം. വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഹോമിയോപ്പതിക്ക് ലഭ്യമായ അവകാശങ്ങൾ നിലനിർത്തണമെന്ന് യുണൈറ്റഡ് മൂവ്മെന്റ് ടു സേവ് ഹോമിയോപ്പതി. പരിസ്ഥിതി ദിനം ആഘോഷിച്ച് നാഷണൽ എൻജിഒ കോൺഫെഡറേഷൻ. ഞാൻ രാജശ്രീ കൃഷ്ണദാസ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് ബീച്ച് റോഡിൽ കാർ കത്തി അപകടം. കോന്നാട് ബീച്ച് റോഡിൽ ഓടുന്നതിനിടയിൽ വാഗണർ കാറിനാണ് തീപിടിച്ചത്. അപകടത്തിൽ ഡ്രൈവർ കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് മരിച്ചു. കോഴിക്കോട് കോന്നാട് ബീച്ച് റോഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വാഗണർ കാറിന് തീപിടിച്ചു. വാഹനം ഓടിച്ചയാൾ മരിച്ചു. കക്കോടി കുമാരസ്വാമി സ്വദേശി മോഹൻദാസ് ആണ് മരിച്ചത്. ബീച്ചിൽ നിന്നും വെങ്ങാലി ഭാഗത്തേക്ക് വരുമ്പോഴാണ് അപകടം. തീ പടരുന്നത് കണ്ട മത്സ്യത്തൊഴിലാളികളും നാട്ടുകാരും ഡോർ തുറന്നെങ്കിലും സീറ്റ് ബെൽറ്റ് അഴിക്കാൻ കഴിഞ്ഞില്ല. തീ ആളിപ്പടർന്നതോടെ ആർക്കും കാറിനടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ തിരോധാനം നടന്നിട്ട് 10 മാസമായിട്ടും കേസിലെ പ്രതികളെയും സഹായികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി. സംഭവത്തിൽ സത്യം പുറത്തു കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയിട്ട് 10 മാസം കഴിഞ്ഞു, 1 വർഷമാവാൻ പോവുകയാണ്. പോലീസ് എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിനെ കുറിച്ചൊരു വിവരം പൊതുസമൂഹത്തിന് മുമ്പിൽ അറിയിക്കാത്തതെന്നാണ് ചോദിക്കാനുള്ളത്. ഒരു മനുഷ്യനെ, അതും അറിയപ്പെടുന്ന ഒരു മനുഷ്യനെ. കോഴിക്കോട്ടെ പ്രമുഖ റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയും ജീവകാരുണ്യ പ്രവർത്തകനുമായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയെ കാണാതായിട്ട് 10 മാസം പിന്നിട്ടിട്ടും ഇത് സംബന്ധിച്ച് വ്യക്തമായ വിവരം നൽകുവാനോ സംഭവത്തിന്റെ ഉറവിടം കണ്ടെത്തുവാനോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ലെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. മാമിയുടെ തിരോധാനം നടന്ന ആദ്യ ദിവസങ്ങളിൽ കേസ് അട്ടിമറിക്കുകയെന്ന ലക്ഷ്യത്തോടെ വ്യാജ പ്രചരണങ്ങൾ നടത്തിയ മാമിയുടെ സുഹൃത്തുക്കൾക്ക് തിരോധാനവുമായി അടുത്ത ബന്ധമുണ്ടെന്നും അവർ ആരോപിച്ചു. കേസ് അട്ടിമറിക്കുവാൻ ശ്രമിച്ച ഇവരെ കസ്റ്റഡിയിലെടുത്ത് അന്വേഷണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു. കേസ് തകർക്കാനും കൂടെ നിന്നവർ തന്നെ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ കേസിന്റെ പ്രധാനപ്പെട്ട ക്ലൈമാക്സായി നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ കൂടെപ്പിറപ്പിനേക്കാളും വിശ്വസ്തയോടുകൂടി അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന, അദ്ദേഹത്തിന്റെ കൂടെ നിഴൽ പോലെ സഞ്ചരിക്കുന്ന ഏതാനും വ്യക്തികൾ ഈ കേസ് അട്ടിമറിക്കാനായി കള്ളക്കഥകൾ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇത്രയും 2 ആഴ്ച തെളിവുകൾ നശിപ്പിക്കാനായി കുപ്രചരണങ്ങൾ നടത്തി ബിരുദന്മാർ നഗരത്തിൽ തന്നെ വിലസുന്നു എന്നാണ് അറിഞ്ഞത്. വാർത്താ സമ്മേളനത്തിൽ മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ, മാമിയുടെ ഭാര്യ റംലത്ത്, TPM ഹാഷിർ അലി, മാമിയുടെ മകൾ അദിബ നൈന എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൊതുജനാരോഗ്യ നിയമം 2023 വകുപ്പുകളുമായി ബന്ധപ്പെട്ട് ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഹോമിയോപ്പതിക്ക് ലഭ്യമായ അവകാശങ്ങൾ നിലനിർത്തണമെന്ന് യുണൈറ്റഡ് മൂവ്മെന്റ് ടു സേവ് ഹോമിയോപ്പതി. ഉത്തരമേഖലാ സമ്മേളനം വിശദാംശങ്ങൾ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. 9-ാം തീയതി ഞായറാഴ്ച അളകാപുരി ഹോട്ടലിൽ വെച്ച് ഞങ്ങളുടെ സമ്മേളനം കൊടുത്തു, നോർത്ത് സോൺ സമ്മേളനം. അതിനുള്ള കാരണം പബ്ലിക് ഹെൽത്ത് ആക്ടിൽ ഹോമിയോപ്പതിയെ നശിപ്പിക്കാനുള്ള പല വകുപ്പുകളുമുണ്ട്.
അതായത് ഹോമിയോപ്പതിയെ കൊണ്ടുപോയി അലോപ്പതിയെ തൊഴുത്തിൽ കെട്ടുക അതാണ് സംഭവിച്ചിരിക്കുന്നത്. അതിലെ പല വകുപ്പുകളും നടപ്പിലാക്കി കഴിഞ്ഞാൽ ഹോമിയോപ്പതി കാലക്രമേണ ഹോമിയോപ്പതി മാത്രമല്ല ആയുഷ് വിഭാഗങ്ങളെല്ലാം കാലക്രമേണ അപ്രസക്തമാവുകയും ഇല്ലാണ്ടാവുകയും ചെയ്യും. നിലവിൽ വന്ന 2023 പൊതുജനാരോഗ്യ നിയമപ്രകാരം പകർച്ചവ്യാധി ചികിത്സയിൽ നിന്നും പ്രധാനപ്പെട്ട പകർച്ചേതര രോഗചികിത്സയിൽ നിന്നും ഹോമിയോപ്പതി ഡോക്ടർമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുന്ന തരത്തിലാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. ഈ നിയമം പ്രാബല്യത്തിലാവുന്നതിലൂടെ ആയുഷ് വിഭാഗങ്ങൾക്ക് സ്വതന്ത്ര ചികിത്സ നടത്താനുള്ള അവകാശം നിഷേധിക്കപ്പെടുമെന്നും നിയമം നടപ്പാക്കുന്നതിനായി രൂപീകരിക്കുന്ന ചട്ടങ്ങളിൽ ഇക്കാര്യം കൂടി കണക്കിലെടുക്കണമെന്നുമാണ് കേരളത്തിലെ മുഴുവൻ ഹോമിയോ ഡോക്ടർമാരും മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമെന്ന് യുണൈറ്റഡ് മൂവ്മെന്റ് ടു സേവ് ഹോമിയോപ്പതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഓൾറെഡി ആക്ട് കഴിഞ്ഞു. പക്ഷെ ഇനി ചട്ടങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ചില ഭേദഗതികൾ വേണം. എന്നാൽ നമുക്ക് തൽക്കാലം നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ചികിത്സ ഒന്നുപോലും ചികിത്സിക്കാൻ പറ്റാണ്ടാവും. ഈ ആക്ടിലെ വേറെ പ്രധാന അലോപ്പതിയിൽ എന്തൊക്കെ ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹോമിയോപ്പതിയിൽ അവ്യക്തമായി തുടരണം. അവിടെയാണ് അവിടെ ചതിക്കുഴികളുള്ളത്. സംഘടനയുടെ ഉത്തരമേഖലാ സമ്മേളനം കോഴിക്കോട് അളകാപുരിയിൽ ജൂൺ 9 നടക്കും. സമ്മേളനത്തിൽ ഡോക്ടർ KP രോഷൻ, ഡോക്ടർ ദേവരാജ്, ഡോക്ടർ അൻസാർ തുടങ്ങിയവർ സംസാരിക്കും. നിയമവശങ്ങളെക്കുറിച്ച് അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ വിശദീകരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരിസ്ഥിതി ദിനം ആഘോഷിച്ച് നാഷണൽ NGO കോൺഫെഡറേഷൻ. ദിനാഘോഷത്തിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി പോസ്റ്റർ രചനാ മത്സരം നടത്തി. ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ലോക പരിസ്ഥിതി ദിനത്തിൽ നാഷണൽ NGO കോൺഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചുകൊണ്ട് കോഴിക്കോട് നടക്കാവ് EDS ഹാളിൽ പോസ്റ്റർ രചനാ മത്സരങ്ങൾ നടത്തി. പരിസ്ഥിതി ദിനാഘോഷം NGO കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് മോഹനൻ കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ 300-ൽ പരം സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികൾ ഗ്രാമീണ തലത്തിൽ നടക്കുന്നതായി പ്രസിഡന്റ് പറഞ്ഞു. പ്രാദേശികമായ സ്കൂളുകൾ, അംഗൻവാടികൾ ഉൾപ്പെടെ ഗവൺമെന്റ് തലത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങളിലും ഇന്ന് ഇത്തരത്തിലുള്ള വിവിധ പരിപാടികൾ നമ്മുടെ നാടിന്റെ, രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിലായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഓരോ ദിവസങ്ങളും നമ്മൾ സാധാരണ പരിസ്ഥിതി ദിനമുണ്ട്, അധ്യാപക ദിനമുണ്ട്, ലഹരി വിരുദ്ധ ദിനമുണ്ട്, അങ്ങനെ ഒരുപാട് രക്തസാക്ഷി ദിനമുണ്ട്. അങ്ങനെ ഒരുപാട് ദിനങ്ങൾ ആചരിക്കുന്ന ആളുകളാണ്. ഈ ആചരണം കഴിഞ്ഞു പോകുന്നു എന്നുള്ളതല്ലാതെ അതിനപ്പുറത്തേക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് അതിൻ്റെ പിന്നാമ്പുറങ്ങൾ നമ്മളെടുത്ത് പരിശോധിച്ചാൽ മറ്റ് കാര്യമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ അതിന്റെ ഭാഗമായി നടക്കുന്നതായി കാണാറില്ല. നാഷണൽ NGO കോൺഫെഡറേഷൻ ഇവിടെ ഉദ്ഘാടകയും അതുപോലെ നമ്മുടെ അധ്യക്ഷയും സ്വാഗത പ്രഭാഷകനും ചൂണ്ടിക്കാണിച്ച പോലെ ഈ ഒരു വർഷം നമ്മളൊരു പുതിയൊരു ദൗത്യവുമായി പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുകയാണ്. ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P ജാനകി, സെക്രട്ടറി P സുരേഷ് ബാബു, ഷിനോജ് പേരാമ്പ്ര, അമർനാഥ്, മുസ്തഫ, നൂർജഹാൻ തുടങ്ങിയവരും പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിനെ കാലങ്ങളായി പൊന്നണിയിച്ച ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡ്, പാളയം ഷോറൂമുകൾ ഒരുമിച്ച് ചേർന്ന മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 10:30. ബോച്ചയും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിക്കുന്നു. അതിവിപുലമായ കളക്ഷൻ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. അതിശയിപ്പിക്കുന്ന ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയിടത്ത് പാലം, കോഴിക്കോട്. നാടിൻ നന്മകനെ പൊന്മകനെ മുത്തായവനെ, നിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവനെ, കാലം കാത്ത് വച്ച രക്ഷകനെ സംഹാരകനെ, ഞങ്ങൾ കണ്ണനായി വന്നവനെ. ഭയമേ മാറിപ്പോ നീ അണ്ണൻ വന്നാൽ തുമ്പിട്ടുന്നില്ല, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവുക്ക് എല്ലാരും സുല്ല. ഇവനെ തൊഴുവാനായി ജനത്തിരക്ക്, കാലം എടുത്തു വച്ചാൽ സ്വർഗം പോലും മണ്ണർപ്പേട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും
MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഓർമ്മകളുടെ നെല്ലിമരത്തണലിൽ വർഷങ്ങൾക്കിപ്പുറം അവർ ഒരുമിച്ചു. പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിലെ 2000-2001 ബാച്ചിലെ കുട്ടികളാണ് അവർ പഠിച്ച അതേ ക്ലാസ് മുറിയിൽ വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചത്. ഓർമ്മകൾ ഇരമ്പുന്ന ആ പഴയ 10ാം ക്ലാസ്സിൽ വീണ്ടും അവർ ഒരുമിച്ചു. കോഴിക്കോട് ഉള്ളിയേരി പാലോറ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2000-2001 കാലഘട്ടത്തിൽ 10ാം ക്ലാസ് ഡിയിൽ പഠിച്ച കുട്ടികളാണ് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും അതേ വിദ്യാലയത്തിൽ ഒരുമിച്ചത്. കൂട്ടായ്മയിൽ അന്നത്തെ ക്ലാസ് ടീച്ചർ വിജയൻ മാഷ് എത്തിയപ്പോൾ അത് പഴയ സ്മരണകൾക്ക് ഇരട്ടി മധുരമായി. വിജയൻ മാഷിനെ കുട്ടികളും വിശിഷ്ടാതിഥികളും ചേർന്ന് പൊന്നാടയണിയിച്ചു. രീതി തന്നെയാണ് ഇത് പറയുന്നത്. പിന്നെ ക്ലാസ്സിലൂടെ കാര്യങ്ങളാണ് അത് എല്ലാ വഴികളും ഇതുപോലെ സ്നേഹിക്കാനൊക്കെ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി പഠിച്ച വിദ്യാലയമാണ് പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ. അവിടെ പഠിച്ച കുട്ടികൾ ചേർന്ന് രൂപീകരിച്ച ഫ്രണ്ട്സ് ഫോർ എവർ വാട്സപ്പ് കൂട്ടായ്മയാണ് ഒത്തുചേരലിന് വഴിയൊരുക്കിയത്. ബാലുശ്ശേരി സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് പുതുശ്ശേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലോറയെ സംബന്ധിച്ചോളം പാലോറയുടെ കരുത്ത് എന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ്. സ്കൂളിലെ ഭൗതിക സാഹചര്യം സംബന്ധിച്ചൊക്കെ നമുക്ക് പല എതിരഭിപ്രായങ്ങളും നമുക്ക് പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളാണ് പാലോറ. നമ്മളൊക്കെ ഇവിടെ എത്തി നിൽക്കുന്നതിന് നമുക്ക് കാരണമായി മാറിയാണ് നമ്മുടെ വിദ്യാലയമാണ് പാലോറ. ചടങ്ങിൽ പ്രശാന്തിനി അധ്യക്ഷത വഹിച്ചു. എഴുത്തുകാരനും മാധ്യമപ്രവർത്തകനുമായ പി അനിൽ, അലയൻസ് ക്ലബ്ബ് സെക്രട്ടറി ഷാജി മുഖവൂർ, പാലോറ ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ ശ്രീജിത്ത്, സാജിത്ത് നാറാത്ത് എന്നിവരും സംസാരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഫ്രണ്ട്സ് ഫോർ എവർ കൂട്ടായ്മയിലെ അംഗങ്ങളുടെ മക്കളെ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പേരാമ്പ്ര. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന സമ്മേളനം സമുദ്ര ഹാളിൽ നടക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്യും. റാലിയുടെ ഫ്ളാഗ് ഓഫ് MK രാഘവൻ MP നിർവഹിക്കും. കള്ള ടാക്സികൾ കൊണ്ട് ടാക്സി തൊഴിൽ മേഖലയ്ക്ക് നല്ല രീതിയിലുള്ളൊരു ഭീഷണി വന്നപ്പോൾ അതിനെ നിയമപരമായ നടപടികളിലൂടെ കേരളത്തിൽ നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന കാര്യവുമായിട്ട് ഒരു വാട്സപ്പ് കൂട്ടായ്മയായിട്ടാണ് ഇതിൻ്റെ രൂപീകരണം നടക്കുന്നത്. അതിനുശേഷം 2018 ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് TU 19-202 നമ്പറായിട്ട് കോഴിക്കോട് ലേബർ ഓഫീസിൽ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ടാക്സി മേഖലയിൽ ഉണ്ടാകുന്ന കാര്യങ്ങളിലൊക്കെ ഒരു സ്വതന്ത്ര സംഘടന എന്ന നിലയിൽ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, അതുപോലെ തന്നെ തൊഴിലാളികൾക്ക് ഉണ്ടാകുന്ന ആപത്ഘട്ടങ്ങളിൽ അവരെ സഹായിക്കുക, ഞങ്ങളുടെ മെമ്പർമാരുടെ വാഹനത്തിൽ പോകുന്ന യാത്രക്കാർക്കും ഡ്രൈവർക്കും വാഹനത്തിൽ ഉടനീളം ഉണ്ടാകുന്ന ഏതെങ്കിലും സഹായങ്ങൾ ആവശ്യമായി വരികയാണെങ്കിൽ അത് കൃത്യമായി ചെയ്തു നൽകുക. കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ സംസ്ഥാന സമ്മേളനം ജൂൺ 8-9 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. MLA തോട്ടത്തിൽ രവീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 9-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിക്ക് മുതലക്കുളത്ത് നിന്നും റാലി ആരംഭിച്ച് ഗുജറാത്തി സ്കൂളിൽ സമാപിക്കും. പൊതുസമ്മേളനം ചലച്ചിത്ര പ്രവർത്തകനും എഴുത്തുകാരനും കേരള ചലച്ചിത്ര അക്കാദമി വൈസ് ചെയർമാനുമായ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്യുമെന്നും സംഘടനാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. 3 അംഗങ്ങൾക്ക് വീടില്ലാത്തവരുണ്ടായിരുന്നു, അവർക്ക് വീട് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 4 വർഷക്കാലമായിട്ട് സംഘടനയുടെ പ്രവർത്തനങ്ങൾ തമിഴ്നാട്, കർണാടക, പോണ്ടിച്ചേരി, ആന്ധ്ര, ഗോവ 5 സംസ്ഥാനങ്ങളിൽ കൂടെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവർക്ക് അനുമോദനമൊരുക്കി ചക്കുംകടവ് MSS മെറിറ്റ് ഈവനിംഗ് എന്ന പരിപാടി MLA അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവർക്ക് MSS ചക്കുംകടവ് ക്യാഷ് അവാർഡുകളും ഉപഹാരങ്ങളും നൽകി. മെറിറ്റ് ഈവനിംഗ് എന്ന പരിപാടി MLA അഹമ്മദ് ദേവർകോവിൽ ഉദ്ഘാടനം ചെയ്തു. മറൈൻ സയൻസിൽ PhD നേടിയ ഗോവയിലെ ഫിഷറി സർവേ ഓഫ് ഇന്ത്യ ശാസ്ത്രജ്ഞൻ കല്ലായി സ്വദേശി ഡോക്ടർ M നഷാദിനെ ചടങ്ങിൽ ആദരിച്ചു. നേടിയ വിദ്യാർത്ഥികളിൽ
നമ്മുടെ പ്രദേശത്തിൽ നിന്ന് ഡോക്ടറായി മാറിയിട്ടുള്ള ഒരു വ്യക്തിത്വത്തെയും ഒക്കെ ആദരിക്കുന്ന ഒരു ചടങ്ങിലാണ് നാം സംബന്ധിച്ചു കൊണ്ടിരിക്കുന്നത്. സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ MSS നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ മറ്റേതൊരു സംഘടനയ്ക്കും മാതൃകാപരമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ SSLC പരീക്ഷയിൽ ഏറ്റവും നല്ല വിജയം ഉണ്ടാക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം ചേർത്ത് പറയേണ്ട പ്രസിഡന്റ് TK മാമുക്കോയ അധ്യക്ഷനായിരുന്നു. കൗൺസിലർ M ബിജുലാൽ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പ്രസിഡന്റ് KM മൻസൂർ അഹമ്മദ്, MSS വനിതാവേദി ജില്ലാ സെക്രട്ടറി RV സാഹിദ, സംസ്ഥാന നിർവാഹക സമിതി അംഗം CPM സയ്യിദ് അഹമ്മദ്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP മിസ്ഹബ് തുടങ്ങിയവരും സംസാരിച്ചു. ഡോക്ടർ M നഷാദ് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കോഴിക്കോടിനെ കാലങ്ങളായി പൊന്നണിയിച്ച ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മാവൂർ റോഡ് പാളയം ഷോറൂമുകൾ ഒരുമിച്ച് ചേർന്ന മെഗാ ഷോറൂം കോഴിക്കോട് അരയിടത്ത് പാലത്ത് പ്രവർത്തനം ആരംഭിക്കുന്നു. ഉദ്ഘാടനം ജൂൺ 10 തിങ്കളാഴ്ച രാവിലെ 10:30. ബോച്ചയും സിനിമാ താരം മഡോണ സെബാസ്റ്റ്യനും ചേർന്ന് നിർവഹിക്കുന്നു. അതിവിപുലമായ കളക്ഷൻ, അതിവിശാലമായ പാർക്കിംഗ് സൗകര്യം, HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഞങ്ങളുടെ പുതിയ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. അതിശയിപ്പിക്കുന്ന ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്, അരയിടത്ത് പാലം, കോഴിക്കോട്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ബ്രെയിൻസ് നരുക്കുനി പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കുട്ടികൾക്ക് അനുമോദിച്ചു. അനുമോദന പരിപാടി നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം ഉദ്ഘാടനം ചെയ്തു. SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ 102 വിദ്യാർത്ഥികളെ ബ്രെയിൻസ് നരുക്കുനി അനുമോദിച്ചു. പരിപാടിയുടെ ഉദ്ഘാടനം നരുക്കുനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജൌഹർ പൂമംഗലം നിർവഹിച്ചു. കൃത്യമായ പഠന ഏറെ മുമ്പ് തന്നെ ഈ സ്ഥാപനത്തെ നോക്കിക്കാണുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ നാട്ടിലാണ് ഈ സ്ഥാപനം ആദ്യമായി ഉണ്ടായിരുന്നത്. കുട്ടികളോട് ഇത്രയേറെ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ക്രൂരതയാണ്. പക്ഷേ റിസൾട്ട് വരുമ്പോൾ അത് വാത്സല്യമായി മാറുന്ന അവസ്ഥയുണ്ടാകാറുണ്ട്. പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലേക്ക് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ കുട്ടികൾ IP രാജേഷ്, സർജാസ് കുനിയിൽ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ബ്രെയിൻസ് രക്ഷാധികാരി V ബാബു അധ്യക്ഷനായിരുന്നു. സുനിൽ കുമാർ, സലാം, VC മനോജ് കുമാർ, V ഇല്യാസ്, അബ്ദുൾ സലാം തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നരു. വർണ്ണാഭമായി ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രവേശനോത്സവം പാട്ടും കളികളുമായി കുഞ്ഞുങ്ങൾ ആദ്യ ദിനം സ്കൂളിലേക്ക് എത്തി. വർണ്ണ ബലൂണുകളും മിഠായിയും അധ്യാപകർ കുട്ടികൾക്ക് നൽകി. പന്തീരാങ്കാവ് ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. ഓൾ കേരള മാനേജ്മെന്റ് സ്കൂൾ അസോസിയേഷൻ പ്രസിഡന്റ് M ശശിധരൻ ഉദ്ഘാടനം ചെയ്തു. ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് ബാപ്പുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കി. PTA പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഹെഡ് മിസ്ട്രസ് ഷീല, റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ നളിനാക്ഷൻ, അധ്യാപികമാരായ സരിത, തുഷാര, സ്റ്റാഫ് സെക്രട്ടറി അസ്മ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ബോധവൽക്കരിച്ച വ്യക്തിത്വമായിരുന്നു സുന്ദർലാൽ ബഹുഗുണ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.
സന ഫൗണ്ടേഷൻ അവാർഡ് ദാനവും സ്മരണയും സംഘടിപ്പിച്ചു. സനയുടെ ഓർമ്മയ്ക്കായി പരിസ്ഥിതി ദിനത്തിൽ മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂളിൽ ഓർമ്മത്തൈ നട്ടു. പരിപാടികൾ സ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് റഹ്മാനിയ സ്കൂളിലെ 1ാം വർഷ VHSC വിദ്യാർത്ഥിയായിരുന്ന സന ഫത്തീനിന്റെ സ്മരണയ്ക്കായി രൂപീകരിച്ച സന ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ റഹ്മാനിയ സ്കൂളിൽ സ്മരണ, അവാർഡ് ദാനം, ഓർമ്മത്തൈ നടൽ എന്നിവ സംഘടിപ്പിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഗഫൂർ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സജീവ് സാർ അത് കഴിഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ കണ്ടു, ഞാൻ സനയോട് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് എന്നോട് ചോദിച്ചു, അല്ല സാറേ, നിങ്ങൾക്ക് എവിടുന്നാണ് ഇങ്ങനെയുള്ള കുട്ടികളെ കിട്ടുന്നത്? അത് ചോദിക്കാൻ കാരണമുണ്ട്. അത് 8 വർഷത്തെ സ്റ്റേറ്റ് എക്സ്പോയിലും നമ്മുടെ ചില മിടുക്കികളായ കുട്ടികളും പങ്കെടുത്തത് ഈ സജീവ് സാർ കണ്ടിട്ടുണ്ട്. അധ്യാപകരായ അമീൻ, റജീന എന്നിവർ ഓർമ്മകൾ പങ്കുവച്ചു. ചടങ്ങിൽ ഷറഫുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സന ഫൗണ്ടേഷന്റെ വിവിധ അവാർഡുകൾ കുട്ടിയുടെ രക്ഷിതാക്കളായ സൈനബ ടീച്ചറും സിദ്ദിഖ് മാസ്റ്ററും ചേർന്ന് നൽകി. സ്കൂൾ ലൈബ്രറിയിലേക്ക് പുസ്തകങ്ങളും വിദ്യാർത്ഥികൾക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. സന രചിച്ച കവിതകൾ സഹപാഠിയായ ഹൃദ്യ പാരായണം ചെയ്തു. മോഹനം മനോഹരമീ ജീവിതം, വിസ്മയം വിനോദമീ പ്രകൃതി. മോഹനം മനോഹരമീ ജീവിതം, വിസ്മയം വിനോദമീ പ്രകൃതി. സഹപാഠികളായ ജസ ഫാത്തിമ, ഹിബ ഫാത്തിമ എന്നിവർ സനയുടെ ഓർമ്മകൾ പങ്കുവച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. CPIM ഫറൂഖ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലോക്കൽ പരിധിയിൽ നിന്നും SSLC +2 വിജയികളായ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു. യങ് മെൻസ് ലൈബ്രറി ഹാളിൽ നടന്ന ചടങ്ങ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. എളമ്പിലാശ്ശേരി ബാലകൃഷ്ണൻ അധ്യക്ഷനായി. N. പ്രശാന്ത് കുമാർ, പ്രവീൺ കൂട്ടുങ്ങൽ, C. ഷിജു, നിഖിൽ P, ലൈബ്രറി പ്രസിഡന്റ് ബാലകൃഷ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് UP സ്കൂൾ പന്നിയങ്കരയുടെ പരിസ്ഥിതി ദിനാഘോഷം, ബാക്ക് ടു സ്കൂൾ ബാക്ക് ടു നാച്ചർ പ്രോഗ്രാം, സോഷ്യൽ ഫോറസ്ട്രി എക്സ്റ്റൻഷൻ കോഴിക്കോട് SCF സത്യപ്രഭ വൃക്ഷത്തൈ വിതരണം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് സൈഫുന്നിസാർ അധ്യക്ഷത വഹിച്ചു. ഹെഡ്മിസ്ട്രസ് സോന, സ്കൂൾ SRG കൺവീനർ അമ്പിളി തുടങ്ങിയവർ സംസാരിച്ചു. ബബീഷ്, ജ്യോതിഷ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു. കേരള വനം വന്യജീവി വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിജ്ഞാന വ്യാപന വിഭാഗം സ്കൂളിൽ കുട്ടികൾക്കായി ഫോട്ടോ എക്സിബിഷനും സംഘടിപ്പിച്ചു. പ്രദർശനം വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വേറിട്ട അനുഭവമായി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂർ തിരോധാനം നടന്ന് 10 മാസമായിട്ടും കേസിലെ പ്രതികളെയും സഹായികളെയും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ലെന്ന് മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി. കോഴിക്കോട് ബീച്ച് റോഡിൽ കാർ കത്തി അപകടം. ലെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചട്ടങ്ങൾ രൂപീകരിക്കുമ്പോൾ ഹോമിയോപ്പതിക്ക് ലഭ്യമായ അവകാശങ്ങൾ നിലനിർത്തണമെന്ന് യുണൈറ്റഡ് മൂവ്മെന്റ് ടു സേവ് ഹോമിയോപ്പതി. പരിസ്ഥിതി ദിനം ആഘോഷിച്ച് നാഷണൽ NGO കോൺഫെഡറേഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.